ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അതിശക്തരെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നുവെന്നാണ് LDFന്റെയും CPMന്റെയും അവകാശവാദം. പക്ഷേ പലയിടത്തും CPM സ്ഥാനാർത്ഥികൾക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തിറങ്ങിയതോടെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും അണികളും ഒക്കെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ചോദ്യങ്ങളാണ് വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സ്ഥാനാർത്ഥികളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം MLA മുകേഷിന് നേരെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് നേരെയും ചോദ്യങ്ങളുടെ പെരുമഴയാണ്. മുകേഷിന്റെ വീടിന് മുന്നിലെ റോഡ് തകർന്നിട്ട് വർഷങ്ങൾ, ഇതുപോലും പരിഹരിക്കാൻ കഴിയാത്ത ആളാണോ വികസനം കൊണ്ടുവരുന്നതെന്നാണ് പ്രദേശവാസികളുടെ ഒരു ചോദ്യം. മറുവശത്ത് തോൽക്കുമെന്ന് പേടി തോമസ് ഐസക്കിന് വേണ്ടി ആശാപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു, തോമസ് ഐസക്കിന് കളക്ടറുടെ താക്കീത് എന്ന വാർത്തയും ചർച്ചയാവുകയാണ്. ഏതായാലും കൊല്ലം മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുമെന്ന് അവകാശപ്പെടുന്ന കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി മുകേഷിന്റെ വീടിന് മുന്നിലെ റോഡ് തകർന്നിട്ട് വർഷങ്ങൾ. അക്കരെ തെക്കേമുക്ക് മുതൽ മാടൻവിള ജംഗ്ഷൻ വരെയുള്ള റോഡിനാണ് ദുരവസ്ഥ. 20 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൂടെ കാൽനട യാത്ര പോലും അസാധ്യമാണെന്നാണ് ആക്ഷേപം. മുകേഷ് MLAയുടെ വീടിന് മുന്നിലെ റോഡ് ഇരവിപുരം മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത്. പ്രശ്നം ഇരവിപുരം MLA ആയ M നൌഷാദിന്റെ ശ്രദ്ധയിൽ പ്രദേശവാസികൾ പലതവണ കൊണ്ടുവന്നെങ്കിലും നടപടിയായില്ല. 2 CPM MLAമാർ തമ്മിൽ നടക്കുന്ന അധികാര വടംവലിയും ഉൾപ്പോരുമാണ് റോഡ് അറ്റകുറ്റപ്പണിക്ക് തടസ്സമെന്ന് സഖാക്കൾ തന്നെ സമ്മതിക്കുന്നു. അതായത് CPMനുള്ളിലെ കൂട്ടയടി കൊല്ലത്തും പാരയായി മാറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 2 MLAമാർ തമ്മിലുള്ള പോരാണ് റോഡ് അറ്റകുറ്റപ്പണിക്ക് തടസ്സമെന്ന് പറയുമ്പോൾ മുകേഷിന് നേരെയും മറ്റൊരു CPM MLAക്ക് നേരെ തന്നെയാണ് വോട്ടർമാർ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. സ്വന്തം വീടിന് മുന്നിലെ റോഡിന്റെ പ്രശ്നം പോലും വേണ്ടവിധം പരിഹരിക്കാൻ സാധിക്കാത്ത മുകേഷിനെതിരെ പ്രദേശവാസികൾ രോഷത്തിലാണ്. ഇത്ര നിസ്സാര പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാത്ത ആളാണോ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുന്നതെന്നാണ് പ്രദേശവാസികളുടെ ഒരു ചോദ്യം. അവിടെ കൊണ്ട് തീർന്നില്ല. CPMന്റെ കൂട്ടയടി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തോമസ് ഐസക്കിനും പാരയായി മാറുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിലവിൽ തന്നെ തോൽക്കുമെന്ന പേടിയിലാണ് തോമസ് ഐസക് എന്നാണ് അണിയറ സംസാരം. ഒരു വശത്ത് EDയുടെ ചോദ്യങ്ങൾ, മറുവശത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഐസക്കിന് നേരെ ഉയർന്നിരിക്കുന്ന ചോദ്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഐസക്കിന്റെ പ്രചാരണത്തിനായി CPM നേതാക്കന്മാർ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞതും പൊരിഞ്ഞ പോര് പലയിടത്തും നടന്നതും നേതാക്കന്മാർ തമ്മിലടിച്ചെന്നും പിന്നീട് തമ്മിലടിച്ചില്ല എന്ന് പറഞ്ഞ് അവർ വാർത്താ സമ്മേളനം നടത്തിയതുമൊക്കെ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പിന്നിലായ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക് കുടുംബശ്രീ ആശാപ്രവർത്തകരെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതായുള്ള പരാതിയും ചർച്ചയാവുകയാണ്. പത്തനംതിട്ടയിൽ തോൽക്കുമെന്ന ഭീഷണി ഉണ്ടായതോടെ തോമസ് ഐസക്കിന് വേണ്ടി കുടുംബശ്രീ ആശാപ്രവർത്തകരെ CPMകാർ ഭീഷണിപ്പെടുത്തി പ്രചാരണത്തിന് നിർബന്ധിക്കുന്നതായി പരാതി. പ്രചാരണ പ്രവർത്തനങ്ങളിൽ പിന്നിലായ ഇടതു മുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക് കുടുംബശ്രീ ആശാപ്രവർത്തകരെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയാണെന്നതിന്റെ തെളിവുകളടക്കം പുറത്തുവരികയാണ്. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ ആശാപ്രവർത്തകരുടെ കോർഡിനേറ്റർ ആശാപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനു പിന്നാലെ പന്തളം നെക്കേക്കര പഞ്ചായത്തിൽ കുടുംബശ്രീ സംഗമത്തിൽ തോമസ് ഐസക് പങ്കെടുത്ത് സംസാരിക്കുന്നതായും വീഡിയോ പുറത്തുവന്നു. ഐസക്കിന്റെ നടപടി മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. ഇതോടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനെ താക്കീത് ചെയ്തു. പത്തനംതിട്ടയിലെ പല പഞ്ചായത്തുകളിലും കുടുംബശ്രീ CDS ഭാരവാഹികൾ അയച്ച ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ടയിൽ തോൽക്കുമെന്ന ഭീതി തോമസ് ഐസക്കിനെ വിരള പിടിപ്പിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ. ഇവിടെ AK ആന്റണിയുടെ മകൻ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി വലിയ തോതിൽ മുന്നേറുന്നുവെന്നാണ് വാർത്ത. ഇതാണ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും കുടുംബശ്രീ CDS പ്രവർത്തകരെ കൂട്ടുപിടിക്കാൻ CPMനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ.